ഒരുപാട് ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ കണ്ടു കേട്ടോ. എടാ, നിനക്കൊക്കെ ചാവാൻ കിടക്കുകയാണെങ്കിലും മറ്റുള്ളവൻ്റെ ചോര കുടിക്കണമെന്ന് നിർബന്ധമായിട്ടുള്ള ആൾക്കാരല്ലേ. പക്ഷേ നിനക്കൊക്കെ ചോര കുടിക്കാനേ പറ്റുള്ളൂ. ഞാൻ ചത്തു എന്നുള്ള ന്യൂസ് ഇപ്പം തൽക്കാലം നിനക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം എത്രയോ ആൾക്കാർ ഇപ്പം റിയാക്ഷൻ വീഡിയോ, ഞാൻ പറഞ്ഞല്ലോ, തെറ്റാരുടെ ഭാഗത്താണ് അല്ലേ, ആരാണ് തെറ്റ് ചെയ്ത് എന്നുള്ളത് പോലും അന്വേഷിക്കുക പോലും ചെയ്യാതെ, കാരണം വേറെ എന്തോ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വാക്കാൽ ഉണ്ടായ ബുദ്ധിമുട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് കൂടിയതോ അല്ലെ വാഹനം ഇടിച്ചതപ്പോൾ ഒരു വാഹനം ഇടിച്ചതാണെങ്കിൽ പോലും അതിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരും. പക്ഷേ ഇതൊന്നുമല്ല. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇഞ്ചക്ഷൻ ചെയ്തത് മാറിപ്പോയി എന്ന് പറയുന്നത് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റൂല, കള്ളത്തരം പറയാനും പറ്റൂല. അപ്പോൾ ആ ഒരു റിയാലിറ്റിയെ മനസ്സിലാക്കാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യാനും ഇവന്മാർക്കൊണ്ടൊക്കെ പറ്റുള്ളൂ. എന്താ പറയുക, ദഹിക്കുന്നുണ്ടോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഓക്കെ ആയി കൊണ്ടുവരികയാണ്. ഏകദേശം ബെറ്ററായി വരുന്നുണ്ട് തന്നെ പറയാം. അപ്പോൾ ഒന്ന് കണ്ണ് തുറക്കാനായ സമയത്ത് ഒരു ബർഗർ കഴിക്കാനൊരു ആഗ്രഹം. അഥവാ ചത്ത് പോയാൽ പിന്നെ കഴിക്കാൻ പറ്റൂലേ. നേരെ എണ്ണീന്ന് ബർഗർ മറ്റേ കച്ചപ്പിട്ടോ, അപ്പോൾ അതങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കഴിക്കുന്ന വീഡിയോ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, എനിക്കൊരു എന്താ പറയുക, നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്കൊരു കുരു ഇല്ല എന്നുള്ളത് മനസ്സിൽ ആക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം ഈ ഒരു അവസ്ഥ നാളെ നിൻ്റെയും വീട്ടിൽ വരും. നിനക്കും അച്ഛനും അമ്മയും അല്ലേ, പെങ്ങളും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ മരണം എന്താ പറയുക, കാത്ത് അവരുടെയൊക്കെ മരണം വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ അങ്ങനെ കാതോർത്തിരിക്കുമോ? ഇരിക്കെങ്കിൽ ചെയ്തോട്ടോ, നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ വിഷമം കൊണ്ട് ഇതങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. കർമ്മ എന്നുള്ളത് പറഞ്ഞൊരു സാധനമേ ഉള്ളതാണ്. അപ്പോൾ അത്രയും എന്തിനീ ഈ അടുത്ത കാലത്ത് വരെ നമ്മൾ കേട്ടതാണ് ഒരാളുടെ വയറ്റിൽ നിന്നാണ് കത്രിക എടുത്തത്. അതൊക്കെ എൻ്റെ വയറ്റിൽ നിന്നായിരുന്നെങ്കിൽ ജസ്റ്റ് ഞാൻ മനഃപൂർവ്വം കത്രിക വയറ്റിൻ്റെ അകത്തേക്ക് വിഴുങ്ങിയതാണെന്നും പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ വീഡിയോ ഇട്ടേനെ. ഉറപ്പുള്ള കാര്യമാണ്. ജസ്നയുടെ വയറ്റിൽ നിന്നല്ലേ, അതവൾ മനഃപൂർവ്വം വിഴുങ്ങിയതാ എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഞാൻ അതോർത്ത് ബോധേടാവുന്നേ ഇല്ല. അപ്പം എല്ലാവരോടും ഞാൻ നിന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പം എന്താപ്പയ്ക്ക് പറയാനുള്ളത്, അതെ, എന്തിനാണ് എന്നോട് ഇങ്ങനെ ശത്രുത വെക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തിനു തന്നെയാണെങ്കിലും ഏതൊരു കാര്യത്തിലും ന്യായവും ന്യായക്കേടുമുണ്ട്. ആ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കേണ്ട സമയത്തും ഏതായാലും നിങ്ങൾ ഹോസ്പിറ്റലുകാർക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നുണ്ടായാൽ വലിയ കാര്യം. നാളെ എൻ്റെ സ്ഥാനത്ത് വേറൊരാൾ മയ്യത്തായി എന്ന് കേട്ടാൽ നിങ്ങൾക്ക് തന്നെ ഒരു കണ്ടൻ്റ് ആവും. നല്ല കാര്യമാണ്. പിന്നെ പലരുടെയും ഒരു തെറ്റായ ചിന്താഗതിയുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന്. ഗവൺമെൻറ് ഹോസ്പിറ്റലല്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരോടും ബൈ പറയാം. താഴോട്ട് നിന്നൊന്നുമല്ല, ഫോണിങ്ങനെ
റിങ് ചെയ്തുകൊണ്ടിരിക്കുക. ചില സമയത്ത് ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ടല്ല, ഫോണിനും വേണ്ടി ഒരു റെസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ കള്ളത്തരം പറയാം. എന്താ, നമ്പർ ഹൈഡ് ചെയ്ത കേട്ടോ. ഞാൻ ആരുടെയും ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. സംസാരിക്കാം അവരോടുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ട്. പിന്നെ അവരോടുകൂടിയും പറയാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും ഇത് കഴിക്കട്ടെ. എല്ലാവരോടും ബൈ.